Hi, welcome to my channel Mathematics Made Easy by Mary MJ. Today I am discussing SCRT Class 8 short questions for Chapter 1 Equal Triangles. First question. In the figure, O is a center and AB and BC. AB is equal to BC. And the question is, prove that angle AOB is equal to angle BOC. We need to prove that these two central angles are equal. അത് എങ്ങനെ പ്രൂവ് ചെയ്യും? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഇഫ് OA is equal to AB is equal to BC, then find angle AOB and angle BOC. അപ്പോൾ അത് രണ്ടും കാണണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ O is a center and AB is equal to BC. ABയും BCയും സെയിം ആണെന്നാണ് തന്നിരിക്കുന്നത്. ഇത് രണ്ടും സെയിമാണ്. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കൺസിഡർ ടു ട്രയാങ്കിൾസ്. ഏതൊക്കെ ട്രയാങ്കിൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത്? കൺസിഡർ ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ BOC. ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൽ ഗിവൺ ദാറ്റ് AB ഇസ് ഈക്വൽ ടു BC എന്ന് തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് ഗിവൺ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാണ് AB ഇസ് ഈക്വൽ ടു BC. ആൻഡ് ഓൾസോ ഈ ട്രയാങ്കിളിലുള്ള AO ഇതൊക്കെ റേഡിയസാണ്. AO OB OC ഒക്കെ റേഡിയസാണ്. പക്ഷെ നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് ആക്കി എടുക്കുമ്പോൾ AO ഇസ് ഈക്വൽ ടു OC. AO ഇസ് ഈക്വൽ ടു OC ബിക്കോസ് റേഡിയസ്. പിന്നെ OB കോമൺ സൈഡാണ്. AO OCക്ക് ഈക്വലും OB കോമൺ സൈഡ്, രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള സൈഡാണ്. OB ഇസ് ഈക്വൽ ടു OB, ഇറ്റ് ഈസ് എ കോമൺ സൈഡ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായി? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ദോസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ദെർഫോർ ട്രയാങ്കിൾ AOB ഇസ് കോൺഗ്രുവൻ്റ് അല്ലെങ്കിൽ ഈക്വൽ ടു ട്രയാങ്കിൾ BOC. ആ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഇനി പ്രൂവ് ചെയ്യേണ്ടത് എന്താ? പ്രൂവ് ദാറ്റ് ആംഗിൾ AOB ഇസ് ഈക്വൽ ടു ആംഗിൾ BOC. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഈ സൈഡ് ഈക്വൽ ടു BC ആയതുകൊണ്ട്, ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസും ആണ്. AB ഈസ് ഈക്വൽ ടു BC ആയതുകൊണ്ട് ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ് വിൽ ഓൾസോ ബി ഈക്വൽ. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്, ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. സോ therefore എന്ത് പറയാം? ആംഗിൾ AOB ഇസ് ഈക്വൽ ടു ആംഗിൾ BOC. അപ്പോൾ രണ്ട് ആംഗിൾസ് അവിടെ ഈക്വൽ ആണ്. പിന്നെ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് OA ഇസ് ഈക്വൽ ടു, OA എന്ന് പറയുന്നത് ഈ സൈഡ്, ഈക്വൽ ടു AB, ഈ സൈഡ് ഈക്വൽ ടു BC. അപ്പോൾ OA ഇസ് ഈക്വൽ ടു AB ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് OB ഓൾസോ വിൽ ബി ഈക്വൽ അല്ലേ? കാരണം എന്താ? OA ഇസ് ഈക്വൽ ടു OB ആണ്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ ദിസ് ഇസ് ദ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് സെക്കൻഡ് വൺ. ഓൾറെഡി വി നോ ദാറ്റ് OA ഇസ് ഈക്വൽ ടു OB ഇസ് ഈക്വൽ ടു OC എന്നറിയാം, ബിക്കോസ് ഇറ്റ് ഇസ് ഓൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് OA OB OC. ആൻഡ് ഓൾസോ ഗിവൺ ദാറ്റ് ഈ OA ഈക്വൽ ടു OB ഈക്വൽ ടു OC ഈക്വൽ ടു AB ആയിട്ടും ഈക്വൽ ആണ്. പിന്നെ ഒരു സൈഡ് BCയും. അപ്പോൾ ഈ സൈഡ്സ് ഒക്കെ ഈക്വലാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു AB ഇസ് ഈക്വൽ ടു BC. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ് ഈ AOB എന്ന് പറഞ്ഞത്? കാരണം ഇത് ഈക്വൽ ടു ഇതാണെങ്കിൽ ത്രീ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ഈക്വൽ. സോ വാട്ട് ക്യാൻ യു സേ? ഓൾ ദ ത്രീ സൈഡ്സ് ആർ ഈക്വൽ, ദെൻ ഇറ്റ് ഇസ് എൻ equilateral triangle. So triangle AOB and triangle BOC are equilateral triangles. Therefore angle AOB is equal to angle BOC is equal to, എല്ലാ ആംഗിൾസും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിലുള്ള എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിളും 60, ഇത് 60, ഇതും 60. Now moving on to the next question. Second question. One angle of an isosceles triangle is 80 degree. ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾസിൻ്റെ ഒരു ആംഗിൾ 80 ആണ്.
So one angle is 80. What are the other two angles? അപ്പോൾ ഒരു ആംഗിൾ 80 ആണെന്ന് പറഞ്ഞു. സോ വാട്ട് അബൌട്ട് ദ അതർ ടു ആംഗിൾസ്? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് എത്രയായിരിക്കും മെഷർമെൻറ്റ്? ലെറ്റ് ദിസ് ബി എ ബി സി. സോ അതർ ടു ആംഗിൾസ് മീൻസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ആംഗിൾ സം 180 ആണ്. സോ 180 മൈനസ് 80 ദറ്റ് ഇസ് 100. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 100. സോ ഈച്ച് ആംഗിൾ, ഈ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കും. ഐസോസ്ലസ് ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കും. സോ എക്സ് പ്ലസ് എക്സ് ഇസ് 2x ഈക്വൽ ടു 100 ഓർ എക്സ് ഈക്വൽ ടു 100/2 that is equal to 50 degree. So therefore the angles will be 50, 50 and 80 are the three angles of the given isosceles triangle. Next question, third one. In the figure O is the center. ഈ ഫിഗറിൽ O സെൻറ്റർ ആണ്. ഇഫ് റേഡിയസ് ഇസ് 3 cm, ഈ ലെങ്ത് ഒക്കെ 3 ആണ്, റേഡിയസ് 3 ആണ്, ആൻഡ് ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ഒ ബി. ഇപ്പോൾ ഈ ആംഗിൾ 60 ആണെങ്കിൽ ഓൾറെഡി വി നോ ദാറ്റ് ട്രയാങ്കിൾ എ ഒ ബി ഇസ് ഐസോസ്ലസ് ട്രയാങ്കിൾ. ഇപ്പോൾ ഇത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ബിയും സെയിം ആണ്. So I can write there angle A plus angle B plus angle AOB is equal to total sum of the angle in a triangle is 180. And ഈ ആംഗിൾ എക്സും ഇതും എക്സ് ആക്കി എടുക്കുക. സോ 2x, x plus x is 2x plus 60 degree is equal to 180 degree, or 2x equal to 180 minus 60 that is 120 degree, or x equal to 120/2 that is 60 degree. So ഓരോ ആംഗിളും 60 ആയി. ദറ്റ് ഈസ് ആംഗിൾ എ വിൽ ബി ഈക്വൽ ടു 60, ആംഗിൾ ബി ഓൾസോ വിൽ ബി ഈക്വൽ ടു 60. അപ്പോൾ ഇതും 60 കിട്ടി, ഇതും 60 കിട്ടി. Therefore triangle AOB എന്തായി? ദറ്റ് ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയി. Therefore triangle AOB is an equilateral triangle. എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടി. therefore all the sides also will be equal. triangle AOB is equilateral. therefore the sides, അപ്പോൾ എല്ലാ സൈഡും സെയിം ആയിരിക്കില്ലേ, because it is an equilateral triangle. so AO is already given as 3, OB is equal to 3, therefore AB also will be equal to 3. therefore it is, since it is an equilateral triangle, therefore it is asked to find the perimeter ആണ് ചോദിച്ചിരിക്കുന്നത്. സോ പെരിമീറ്റർ is equal to 3 plus 3 plus 3 that is 6 plus 3 9 centimeter ആണ് ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. Now moving on to the next question. In the figure angle B equal to angle C equal to 90 degree, and also AB is equal to CE. ഈ രണ്ട് സൈഡ്സ് ഈക്വലാണ്, എ ബിയും സിയും സെയിം ആണ്. സോ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി, ദറ്റ് ഈസ് ഗിവൺ. പിന്നെയോ എ ബി ഇസ് ഈക്വൽ ടു സിഇ, അതും ഗിവൺ ആണ്. കമ്പ്യൂട്ട് ദ ആംഗിൾസ് ഓഫ് ആംഗിൾ എ ഇ ഡി. എ ഇ ഡിയുടെ ആംഗിൾ കണ്ടുപിടിക്കണം. സോ എ ഇ ഡിയുടെ ആംഗിൾസ് കാണണമെങ്കിൽ ഇപ്പം നമ്മൾ ഏത് ട്രയാങ്കിൾ എടുക്കുക? രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ എ ബി ഇ ആൻഡ് ട്രയാങ്കിൾ ഇ സി ഡി. രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു, ഇത് രണ്ടും. അതിൽ എ ബി ഈക്വൽ ടു സി ആണ്, ആൻഡ് വൺ ആംഗിൾ ഇസ് 90 ഡിഗ്രി. ഇതിനകത്തും ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ദെൻ സോ വാട്ട് യു ക്യാൻ സേ, രണ്ട് ആംഗിൾസ് ഇവിടെ, ഇഫ് ടു സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി ഇ, അതിലുള്ള രണ്ടാമത്തെ സൈഡ് ഏതാ? വേറെ ഒന്നും കൂടെ തന്നിരിക്കുന്നത് ബി ഇ ഈക്വൽ ടു സി ഡി എന്ന് തന്നിട്ടുണ്ട്. ബി ഇ ഇസ് ഈക്വൽ ടു സി ഡി. ഇപ്പം രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും, സൈഡ് ആംഗിൾ സൈഡ്. സോ വാട്ട് ക്യാൻ യു സേ? ഈ രണ്ട് ട്രയാങ്കിൾസ് എന്ത് ട്രയാങ്കിൾസ് ആണ്? കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ്. ട്രയാങ്കിൾ എ ബി ഇ
ഈസ് കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ ഇ സി ഡി. രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ്, കാരണം ഈ രണ്ട് സൈഡ് സെയിം ആണ്. AB is equal to CE, BE is equal to CD, and also the angle between those two sides, it is equal. Therefore those two triangles are congruent triangles. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ സൈഡും, ബാക്കിയുള്ള സൈഡുകളും ആംഗിളും ഒക്കെ ഈക്വൽ ആയിരിക്കും. Therefore AE is equal to ED. നമുക്ക് ഇവിടുന്ന് ഈ രണ്ട് സൈഡ്സ് സെയിം ആയിട്ട് കിട്ടി. സോ കൺസിഡർ ട്രയാങ്കിൾ എ ഇ ഡി. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആയിരിക്കും ട്രയാങ്കിൾ എ ഇ ഡി? കൺസിഡർ ട്രയാങ്കിൾ എ ഇ ഡി. വാട്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഇസ് ട്രയാങ്കിൾ എ ഇ ഡി? രണ്ട് സൈഡ്സ് സെയിം ആണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ. ഐസോസ്ലസ് ട്രയാങ്കിൾ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ആംഗിൾ എ ഇ ഡി ആണ് കാണേണ്ടത്. സോ ഇൻ ട്രയാങ്കിൾ ഇ സി ഡിയിൽ ആംഗിൾ സി ഇ ഡി എന്ന് പറയുന്നത്, ആ ട്രയാങ്കിൾ ഇ സി ഡി, ഇൻ ട്രയാങ്കിൾ ഇ സി ഡി, ഈ ട്രയാങ്കിളിനകത്ത് ആംഗിൾ സി ഇ ഡി ഇസ് ഈക്വൽ ടു 90 മൈനസ് ആംഗിൾ ഇ ഡി സി. 90 മൈനസ് ഇ ഡി സി. അപ്പം ഈ ആംഗിളും ഇത് രണ്ടും കൂടെ, മൂന്ന് ആംഗിൾസും കൂടെ കൂട്ടിയാലാണ് 180. അതിൽ ഒരു ആംഗിൾ 90 ആയതുകൊണ്ട് മറ്റേ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 മൈനസ് ആംഗിൾ ഇ ഡി സി. ദാറ്റ് ഈസ് ദ സെയിം ആസ് 90 മൈനസ് ആംഗിൾ എ ഇ ബി. കാരണം ഇ ഡി സി തന്നെയാണ് എ ഇ ബി. അപ്പോൾ ഇവിടെ നിന്ന് ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ, അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആകുമ്പോൾ ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണ് വരിക? ഈക്വൽ ആംഗിൾസ് വരുന്നത് നമുക്കിവിടെ ബ്രാക്കറ്റിൽ എഴുതി വയ്ക്കാം. ദാറ്റ് ഈസ് ആംഗിൾ AEB is equal to angle EDC. പിന്നെ ആംഗിൾ BAE is equal to angle CED. അതൊക്കെ ഈക്വൽ ആംഗിൾസ് ആണ്. BAE എന്ന് പറയുന്നത് ഈ ആംഗിളും CED എന്ന് പറയുന്നത് ഈ ആംഗിളും ഈക്വൽ. അതേപോലെ ഈ ആംഗിൾ ഈക്വൽ ടു ദിസ് ആംഗിൾ. സോ EDCക്ക് പകരം അതുകൊണ്ടാണ് ഞാനിവിടെ AEB എന്ന് എഴുതിയത്. So that is 90 minus angle AEB. Now angle AED is equal to, അതിനെങ്ങനെ എഴുതാം ആംഗിൾ AEDനെ? ആംഗിൾ AED can be written as 180 minus AED എന്ന് പറയുന്നത്, AED is this one, ഈ ആംഗിളാണ്. So that can be written as 180 minus angle AEB plus angle CED. AEB പ്ലസ് ആംഗിൾ CED. AEB എന്ന് പറയുന്നത് ഈ ആംഗിൾ, AEB എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും CED എന്ന് പറയുന്നത് ഈ ആംഗിളും. അപ്പോൾ 180 എന്ന് മൈനസ്, കാരണം ഇത് സ്ട്രെയിറ്റ് ലൈനാണ്, അതിനകത്ത് ഈ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്ത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ബാക്കിയുള്ള ആംഗിൾ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 180 മൈനസ് ആംഗിൾ AEB പ്ലസ് ആംഗിൾ CEDക്ക് പകരം എന്തെഴുതാം? 90 മൈനസ് ആംഗിൾ AEB എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് AEBയും ക്യാൻസൽ ആകുമ്പോൾ ബാക്കി ഇവിടെ 90 മാത്രം വരും. കാരണം ഒരു AEB ഇവിടെ മൈനസ് AEB, ആ രണ്ടും ക്യാൻസൽ ആകുമ്പോൾ ബാക്കി 90. സോ 180 മൈനസ് 90, 180 മൈനസ് 90 എന്ന് പറയുന്നത് 90 തന്നെ, equal to 90 degree. So ഏത് ആംഗിളാണ് കിട്ടിയത്? ആംഗിൾ AED we got it as 90 degree. അപ്പോൾ ഇത് 90 degree ആണ്. ഇനി നമുക്ക് കാണേണ്ടത് അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ബാക്കിയുള്ള ആംഗിൾസ്, ഈ രണ്ട് ആംഗിൾസും കൂടെ കാണണം. ഈ രണ്ട് ആംഗിൾസ്, ഇതും ഇതും. ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ. കാരണം ഈ രണ്ട് സൈഡ് സെയിം ആണ് നമുക്ക് കിട്ടിയതുകൊണ്ടാണ് ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ വൺ ആംഗിൾ ഇസ് 90. How much will be the other two angles? Sum of all the three angles is 180. So എല്ലാ ആംഗിൾസും കൂടെ കൂട്ടുമ്പോൾ 180 ആണ്. Sum of all the three angles എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആംഗിളാണ്? DAE, ആംഗിൾ DAE പ്ലസ് ആംഗിൾ DAE, പിന്നെ EDA പ്ലസ് മൂന്നാമത്തെ ആംഗിൾ AED. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 180 ആണ്.
അതിൽ ഒരു ആംഗിൾ നമുക്ക് അറിയാം 90 ആണെന്ന്. സോ ബാക്കിയുള്ള രണ്ടെണ്ണം ഈക്വൽ ആംഗിൾസ് ആകുമ്പോൾ ഇത് രണ്ടും എക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിന് രണ്ടിനും എക്സ് കൊടുത്താൽ 2x is equal to 180 minus 90 which is equal to 90. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണ്? 2x equal to 90 ആണെങ്കിൽ എക്സ് equal to 45. സോ ഓരോ ആംഗിൾസും എത്രയായിരിക്കും അവിടുത്തെ തന്നിരിക്കുന്ന ഈ ഓരോ ഈ എ ഇ ഡിത്തെ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ആണ് 45, 45 ആൻഡ് 90. അപ്പം അത് രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് കാണിക്കുക. അങ്ങനെയാകുമ്പോൾ എ ഈസ് ഈക്വൽ ടു ഇ ഡി കിട്ടും. അപ്പോൾ അത് ഐസോസ്ലെസ് ട്രയാങ്കിളായി. ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണെങ്കിൽ രണ്ട് റിമൈനിങ് രണ്ട് ആംഗിൾസ് ബേസ് ആംഗിൾസ് സെയിം ആയിരിക്കും. സോ മൂന്നും കൂടെ ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആയതുകൊണ്ട് ഓരോ ആംഗിൾസും പിന്നെ ഒരു ആംഗിൾ ഓൾറെഡി 90 ആണ്. സോ റിമൈനിങ് 2 ആംഗിൾസ് സം വിൽ ബി 45, 45 ഈച്ച്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ എ ഡി സി. ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് ഈ വലിയ ആംഗിൾ ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് ഈ ആംഗിൾ. ഓൾസോ എ ബി ഇസ് ഈക്വൽ ടു എ ഡി. ഈ രണ്ട് സൈഡ്സ് ഈക്വലാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നത് എന്താ? ട്രയാങ്കിൾ എ ബി ഡി ഈസ് ഐസോസ്ലെസ് ട്രയാങ്കിൾ. Therefore ആ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ എ ബി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി ബി. ലെറ്റ് ഇറ്റ് ബി എക്സ്. ഈ രണ്ട് ആംഗിൾസും സെയിം ആംഗിൾസ് ആയിരിക്കും ബിക്കോസ് എ ബി ഡി ഈസ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. ഓൾറെഡി ഈ രണ്ട് സൈഡ്സ് ആണ് സെയിം, അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കും. സിൻസ് ദീസ് ടു ടോട്ടൽ ആംഗിൾ, അതായത് ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഡി സി ആയതുകൊണ്ട് അത് തന്നിരിക്കുന്നതാണ് അല്ലേ. ആംഗിൾ എ ബി സിനെ എങ്ങനെ എഴുതാം? ആംഗിൾ എ ബി ഡി പ്ലസ് ആംഗിൾ ബി ഡി സി ഈക്വൽ ടു ആംഗിൾ എ ഡി സിനെ എങ്ങനെ എഴുതാം? ആംഗിൾ എ ഡി ബി പ്ലസ് ആംഗിൾ ബി ഡി സി. ഇനി അതിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണ്? ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ് എ ബി ഡിയും എ ഡി ബിയും ഈക്വലാണ്. അതങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാലോ ബാക്കി കിട്ടുന്നതാണ് ആംഗിൾ ബി ഡി സി ഈക്വൽ ടു ആംഗിൾ, ഇവിടെ സി ബി ഡി ആണ്, ഒന്ന് സി ബി ഡി ആണ്. എ ബി ഡി ഇവിടെ കിട്ടിയിരിക്കുന്നത് എ ബി ഡി പ്ലസ് ഡി ബി സി, തിരിച്ചത് എഴുതിയത് ഡി ബി സി. സോ റിമൈനിങ് എന്ത് കിട്ടി? ആംഗിൾ ഡി ബി സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി സി. ഡി ബി സി ഇസ് ഈക്വൽ ടു ബി ഡി സി. ദാറ്റ് മീൻസ് ദീസ് ടു ആംഗിൾസ് ആർ സെയിം. ഈ രണ്ട് ആംഗിൾസ് സെയിം ആണെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഇസ് ബി സി ഡി? ബി സി ഡി എന്ത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആയിരിക്കും? ബി സി ഡി ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയിരിക്കും. Therefore in triangle BCD it is an isosceles triangle. Isosceles triangle ആവാൻ കാരണം അതിൻ്റെ രണ്ട് ബേസ് ആംഗിൾസ് സെയിം ആയിട്ട് വന്നു. Therefore triangle BCD is isosceles triangle. Now next one. In the figure O is the center and AC BD are diameters. ഫിഗറിൽ O is the center of the circle. സർക്കിളിൻ്റെ O is the center and AC and BD are diameters. അപ്പോൾ ഇവിടുന്ന് ഇത് ഡയമീറ്റേഴ്സ് വരയ്ക്കുക. ഇതൊരു ഡയമീറ്ററും ഇങ്ങോട്ടേക്കുള്ളത് വേറൊരു ഡയമീറ്ററും. ദിസ് ഇസ് O. പിന്നെയോ ദിസ് ഇസ് A, ദിസ് ഇസ് C, പിന്നെ ഇത് B, ദിസ് ഇസ് D. അപ്പോൾ കാണിക്കേണ്ടത് എ ബി ഇസ് ഈക്വൽ ടു സി ഡി എന്ന് കാണിക്കണം. ദീസ് ടു ആർ ഈക്വൽ. അപ്പോൾ എന്താ ചെയ്യുക? കൺസിഡർ, രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യണം. ഏതൊക്കെ ട്രയാങ്കിൾസാണ് കൺസിഡർ ചെയ്യേണ്ടത്? കൺസിഡർ ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ സി ഒ ഡി. രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു. അതിനകത്ത് എ ഒ ഇസ് ഈക്വൽ ടു സി ഒ ആൻഡ് ഒ ബി ഇസ് ഈക്വൽ ടു ഒ ഡി. ബിക്കോസ് രണ്ടും എന്താണ്? റേഡിയസ് ആണ്. റേഡിയസ് ഓഫ് ദ സർക്കിൾ എല്ലാം റേഡിയസ് എല്ലാം സെയിം ആയിരിക്കും.
അപ്പോൾ ഇതൊക്കെ സെയിമാണ്. ദിസ് ഈക്വൽ ടു ദിസ് ആൻഡ് ദിസ് ഈക്വൽ ടു ദിസ്. ആൻഡ് ഓൾസോ ദിസ് ഇസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആംഗിൾസ് ആയിരിക്കും. സോ ആംഗിൾ COD ഇസ് ഈക്വൽ ടു ആംഗിൾ BOD, ആംഗിൾ AOB. BOA എന്നോ AOB എന്നോ എന്തെങ്കിലും എഴുതിയാൽ മതി. അതായത് ഈ ആംഗിളും ഈക്വൽ ആണ്. സോ സൈഡ് ആംഗിൾ സൈഡ്, രണ്ട് സൈഡ്സും ഇൻക്ലൂഡഡ് ആംഗിൾസും രണ്ട് ട്രയാങ്കിൾസിൽ സെയിം ആയതുകൊണ്ട് സിൻസ് ടു സൈഡ്സ് ആൻഡ് angle made by them of a triangle are equal to two sides and the angle made by them of another triangle, then third sides of the triangle are also equal. Then third sides of the triangle are also equal. അപ്പോൾ അതുകൊണ്ട് എന്താ AB is equal to CD. അപ്പം അങ്ങനെ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള സൈഡ്സ് ഈക്വൽ ആണ്. therefore AB is equal to CD. Next question. In the figure OM is perpendicular to AB. OM ABക്ക് പെർപെൻഡിക്കുലർ ആണ്. Prove that M is the midpoint. അപ്പോൾ ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുക. അപ്പോൾ ഓൾറെഡി വി നോ ദാറ്റ് AO is equal to അല്ലെങ്കിൽ OA is equal to OB because it is the radius ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആണ്. OM is equal to OM because it is the common side. പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ AOB എടുക്കുമ്പോൾ ഇതിൽ AO is equal to OB എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ AOB is an isosceles triangle. അതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ആംഗിൾ ഈക്വൽ ടു ഈ ആംഗിൾ ആണ് അല്ലേ? അതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. പിന്നെ ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി എന്താ? ഇനി ഐസോസ്ലെസ് ട്രയാങ്കിൾ ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദി സെന്റർ ടു ദി തേർഡ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ബൈസെക്സ്. ഇതിനെ ബൈസെക്ട് ചെയ്യും. ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ ആ ബേസിന്റെ മിഡ് പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മതി. സോ ദാറ്റ് ഈസ് ഇനഫ്. ദാറ്റ് ഈസ് ഒരു പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ സെന്റർ ടു ദി ബേസ് ഓഫ് ദി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി isosceles triangle will be touching at the midpoint of AB. അതുകൊണ്ട് തന്നെ AM is equal to BM. So AOB is an isosceles triangle and we have to prove that AM is equal to BM. അതിനെന്താ സ്റ്റേറ്റ്മെന്റ് എഴുതുക? In any isosceles triangle the perpendicular from the point joining equal sides join ചെയ്യുന്ന പോയിന്റ് ഇത് to the opposite side bisects the angle at this point and the side opposite therefore AM is equal to BM. അപ്പം അത്രയും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണയായിട്ട് ചോദിക്കുന്നത്. പിന്നെ കൺസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ അന്ന് കുറേ വീഡിയോസിലായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദോസ് ഹു ഹാവൻ സബ്സ്ക്രൈബ്ഡ്, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.